ആരാ മനസ്സിലായില്ല? ഞാൻ ശ്രീകുണ്ടൻ. തീക്കുണ്ടം. തീക്കുണ്ടം കുണ്ടം തീക്കുണ്ടം. മനസ്സിലായി മനസ്സിലായി. സുമിത്രൻ. എന്താ ജോലി? നാടക കലാകാരനാണ്. ആണോ? അല്ല ഇവിടെ വന്ന കാര്യം എന്താ? നിങ്ങളാരെ എനിക്ക് കാണാൻ താല്പര്യമില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെ വല്ല കിട്ടുമോ? എന്തിനാണാവോ? എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞാൻ ഇപ്പൊ ഒരു സിനിമ അഭിനയിച്ചായിരുന്നേ. ഏതായിരുന്നു? ആധാറില്ല. അല്ല അവര് കൊടുക്കണത് ക്യാഷ് കൊടുക്കേണ്ടി വരും അല്ലേ? പിന്നെ അങ്ങനെ ഒരു ക്യാഷ് അല്ല, ഞാൻ ബിജുവിന്റെ ബൈക്കിൽ ഇങ്ങോട്ട് വിടും. അവരെ രാവിലെ അങ്ങോട്ട് വിട്ടാ മതി. മോഹൻലാലും മമ്മൂട്ടും ബൈക്കിൽ വിടാനാ? അവരൊന്നും ബൈക്കിലൊന്നും കയറത്തില്ല. അവർക്ക് സൈക്കിളിൽ പോവല്ലേ? സൈക്കിളിൽ പോവാന്നോ? അതെവിടെ സൈക്കിൾ? അവർ എത്ര പടത്തിൽ സൈക്കിളിൽ പോകാറുണ്ട്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അത് പടത്തില് അതുപോലെയാണോ? ഒരു ഫംഗ്ഷൻ ഒക്കെ വിളിക്കുമ്പോ അങ്ങനെ അതിലൊന്നും വരില്ല. ജാടയാണെങ്കിൽ വേണ്ട, എന്നാ സുരാജ് അശ്വതി മതി. അതെങ്ങനെ പറ്റും? ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കൊക്കെ വരേണ്ട സ്ഥലത്ത് ഞാനും അശ്വതിയൊക്കെ വന്ന എങ്ങനെ ശരിയാവണം? അതൊന്നും പറ്റില്ല. അതെ, നമുക്ക് ബിരിയാണി കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം പഴഞ്ചോറാണെങ്കിൽ നമുക്ക് കഴിക്കാം. അത് കുഴപ്പമില്ലല്ലോ. അതെ, നിങ്ങൾ വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അശ്വതിക്ക് നാടകത്തിൽ അഭിനയിക്കാം. ചേട്ടാ ഇത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം എന്നെ വേറൊരു നാടകത്തിന്റെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൈശാലി എന്ന പേരുള്ള അവരുടെ ഒരു പുതിയ നാടകമുണ്ട്. അതിനകത്ത് ഒരു മെയിൻ റോളിനോട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം? അശ്വതിയാണ് വിളിച്ചെങ്കിൽ അത് വൈശാലി ആയിരിക്കില്ല, വൈസായി എന്ന നാടകത്തിനായിരിക്കും. എന്തായാലും ഞാൻ വരാം. പക്ഷെ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ നാടകത്തിൽ ഉള്ള ആളായതുകൊണ്ട് ഈ നാടകം നിങ്ങളൊക്കെ നാടകം അവതരിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടോ? 100 പോണ എന്റെ നാടകം എവിടെയെങ്കിലും പൊളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ മോശമായി പോയി. ഓക്കെ, ഈ ചില സ്ഥലത്തൊക്കെ നാടകം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ കർപ്പൂരമൊക്കെ ഇട്ട് കത്തിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ദുർഗാദേവി. ഓഹോ, ഈ ചില സ്ഥലത്ത് തെങ്ങി കിട്ടി വെച്ച് ഇടിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ക്ഷേത്രത്തിൽ മുളക് പൊടി ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ എറിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ? വെഞ്ഞാറമൂട് മാണിക്കോട്. വെഞ്ഞാറമൂട് മാണിക്കോട് ശിവക്ഷേത്രം. അയ്യോ, അവിടെ എന്റെ നാടല്ലേ, അവിടെ എന്റെ പേര് പറഞ്ഞ പോരായിരുന്നോ? പറഞ്ഞാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു അവരാദ്യം മണൽ വാരി എറിയാനായിരുന്നു. നിന്റെ പേര് പറഞ്ഞപ്പോ മുളക് പൊടി വാരി എറിയാൻ. നീ ഇപ്പൊ ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചല്ലോ. ഏതാണ്? ആക്ഷൻ ഹീറോ ബിജു. അതെ, ഭയങ്കരമായിട്ട് അഭിനയിച്ചല്ലോ. എന്തുവാണ് ആ കാട്ടിക്കൂട്ടിയിരിക്കണേ? ഭയങ്കര സെന്റിമെന്റലാന്നും പറഞ്ഞിട്ട് ഭയങ്കര അഭിപ്രായം വന്ന ആ ഒരു സീനൊന്ന് പറഞ്ഞേ. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാറേ. അങ്ങനെ അല്ല അത് അഭിനയിക്കണ്ടേ. പിന്നെ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഒന്നുകൂടെ പറ. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാറേ. ഒന്ന് വിളിച്ചോണ്ട് പോടോ എന്ന് പറയുമ്പോ റെഡ് ലൈറ്റ് ഇങ്ങോട്ട് വരും. കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇപ്പൊ പൊക്കോ. നാടകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എവിടെയെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, എന്നാ ശരി.